ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഞങ്ങളൊരു ഉത്സവത്തിന് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ഊരുട്ട് മണ്ഡപം മലയാമ്പടമാണ് സ്ഥലം. ഇതാണ് എൻ്റെ അച്ഛൻ, ചേച്ചി, അവരിതാ പോകുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പുറത്ത് എഴുന്നള്ളത്ത് വരാറായി ഇരിക്കുകയാണ്. അച്ഛൻ അറിയാണ്ട് അച്ഛനെ കൂടി ഞാൻ വീഡിയോയിൽ കൂട്ടി കേട്ടോ. ഇതാണ് കേട്ടോ അന്നം. ഇത് 3 തലയുള്ളതുണ്ട്, 1 തലയുള്ളതുണ്ട്, പിന്നെ എരുത്തിലും കാളയുണ്ട്, കതിരുകാളയുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഉത്സവം. കണ്ടോ, ഒരു മാമൻ കണ്ടോ തുള്ളിക്കൊണ്ടൊക്കെ പോകുന്നത്. ഓരോ കരക്കാരുടെ വകയായിട്ടാണ് കേട്ടോ അന്നം. ഇപ്പോൾ എൻ്റെ വീടിനടുത്തായിട്ടാണെങ്കിൽ 2 കരക്കാരാണ്. ഒന്ന് കെ ജംഗ്ഷൻ, മറ്റേത് പാറയിൽക്കട. അപ്പോൾ ഈ 2 കരക്കാരാണ്. ഇതാണ് കേട്ടോ ഒറ്റ തലയുള്ള അന്നം. 3 തലയുള്ളതും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കൂടുതൽ ലൈറ്റൊക്കെ കൂടുതലായിട്ട്, ഡെക്കറേഷൻ ആണെങ്കിലും കൂടുതലായിട്ടുള്ളത്. മുൻപ് ഇതേപോലെ ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഒരുപാട് ലൈറ്റൊന്നും അങ്ങനെയില്ല. ഇപ്പോഴാണെങ്കിൽ ഇതേപോലെ ഡെക്കറേഷനൊക്കെ കൂടുതലാണ്. ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല വെയിറ്റും ഉണ്ടായിരിക്കും. അതാണ് അവർ തോളിലിങ്ങനെ കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിങ്ങനെ ചരിഞ്ഞൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. ഓരോ കരക്കാരുടെ വകയായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബാൻഡ് മേളവും ചെണ്ടമേളവും ഒക്കെ ഉള്ളത്. അവരുടെ വകയായിട്ടാണ്. അല്ലാതെ അമ്പലത്തിൽ നിന്നും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയമാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഓരോ അന്നത്തിൻ്റെ കൂടെയും കുതിരയുടെ കൂടെയൊക്കെയാണ് ആളുകളിങ്ങനെ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വഴി മാറി നിൽക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം ഇത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത്രയും സ്ഥലം വേണം. ഇതിപ്പോൾ റോഡാണ് കേട്ടോ. ഇത് കുതിര ഉരുട്ടിക്കൊണ്ടാണ് പോകുന്നത്. അല്ലാതെ അന്നം ആകുമ്പോഴത്തേക്ക് തോളിൽ വെച്ചല്ലേ കൊണ്ടുപോകുന്നത്. പിന്നെ കതിരുകാളയൊക്കെ ഉണ്ട്. ഇത് അമ്പലത്തിനകത്തേക്ക് കെട്ടുകാഴ്ച കയറുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും. ഞങ്ങളത് കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. റോഡിലായിപ്പോയി, അകത്തേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റോഡിൽ നിൽക്കുകയാണ്. എന്നിട്ട് തമ്പുരാൻ്റെ മുന്നിൽ അന്നം ഇങ്ങനെ കളിപ്പിക്കുന്ന, ഒന്ന് തുള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അത് കാണാനായിട്ടാണ് ഞങ്ങളിങ്ങനെ വന്ന് നിൽക്കുന്നത്. എല്ലാ അന്നവും കുതിരയാണെങ്കിലും കതിരുകാളയാണെങ്കിലും അങ്ങനെ ചെയ്യിക്കും കേട്ടോ. ഇങ്ങനെ വലം വെച്ചതിന് ശേഷം എന്നിട്ടാണ് അന്നം അവിടെ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. ഇത് കാണാനായിട്ട് എല്ലാവരും അമ്പലത്തിനുള്ളിൽ നിൽക്കുകയാണ് കേട്ടോ. കുറേ പേര് അവിടെയാണ്, പിന്നെ കുറച്ച് പേര് റോഡിലായിട്ട് നിൽക്കുകയാണ്. പിന്നെ താഴെ വയലാണ് കേട്ടോ. വയലിലാണ് സ്റ്റേജ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വയലിലായിട്ടും കുറേ പേരൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വയലിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോഴാണ് ഞാനിത് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ വയൽ. ഇവിടെയാണ് ബാൻഡ് മേളവും ചെണ്ടമേളവും ഒക്കെ കൊണ്ട്, ഓരോ കരക്കാരാണല്ലോ, അപ്പോൾ അവരെ കൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് കൊട്ടിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും വരുവാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ട് അതാണ് കേട്ടോ അമ്പലം. എന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും റോഡിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് പാനിപ്പൂരി കണ്ടത്. അങ്ങനെ അച്ഛൻ ചോദിച്ചത് വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനത് ഇന്നേ വരെ കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ കളിപ്പാട്ടം മേടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എനിക്കല്ല, ചേച്ചിയുടെ കുഞ്ഞിനാണ്. അങ്ങനെ പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് വേറെ ഒന്നായിരുന്നു. അപ്പോൾ അത്
ഈ ഒരു കുരങ്ങൻ ബലൂൺ അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. ഞാൻ അങ്ങനെ അങ്ങ് ഇട്ട് കേട്ടോ. അതിൻ്റെ ഒരു രൂപമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഐസ്ക്രീം മേടിച്ചു. എനിക്കും അച്ഛനും കൂടിയാണ് മേടിച്ചത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. പാവം, അങ്ങനെ ജലദോഷമാണ്, അങ്ങനെ എനിക്ക് തന്നെ തന്നു 2 ഐസ്ക്രീമും. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ദിവസം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.